വിവി ടോക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിസിനസ്, സാമൂഹിക, കലാ മേഖലകളിൽ തന്നെ പ്രമുഖരായിട്ടുള്ളവരെ പരിചയപ്പെടുത്തുന്ന ഒരു ചാറ്റ് ഷോ ആണ് വിവി ടോക്സ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് എമർജിന്റെ സിഇഒ ആൻഡ് ഫൗണ്ടർ ആയിട്ടുള്ള മിസ്റ്റർ ബിമൽ പ്രകാശ് ആണ്. നമ്മൾ എമർജ് തുടങ്ങാൻ തന്നെ കാരണം ആ സിറ്റികൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അവൻ വന്നുകൊണ്ട് ആ സിറ്റിയുടെ മുഖച്ഛായ നമുക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. കാരണം പുറത്തോട്ട് കൊണ്ടിരുന്ന ബിസിനസ് അല്ല, ആ സിറ്റിക്കുള്ളിൽ തന്നെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു. നമ്മളിപ്പോൾ 1.5 കൊല്ലം കൊണ്ട് 5 സിറ്റിയിലായിട്ട് 150-ലധികം ബിസിനസ്സുകാരുള്ള ഒരു കൂട്ടായ്മയായിട്ട് എമർജ് വളർന്നു കഴിഞ്ഞു. ഏകദേശം ഞാൻ പറഞ്ഞല്ലോ 15 കോടിയിൽ പരം ബിസിനസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു. വിവി ടോക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് ലക്ഷ്മി. ബിസിനസ്, സാമൂഹിക, കലാ മേഖലകളിൽ തന്നെ പ്രമുഖരായിട്ടുള്ളവരെ പരിചയപ്പെടുത്തുന്ന ഒരു ചാറ്റ് ഷോ ആണ് വിവി ടോക്സ്. ബിസിനസ്സിലെ തന്നെ ഏറ്റവും ശക്തിയുള്ള ഒരു ടൂളായ ബിസിനസ് നെറ്റ്വർക്കിങ്ങിനെ കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് എമർജിന്റെ സിഇഒ ആൻഡ് ഫൗണ്ടർ ആയിട്ടുള്ള മിസ്റ്റർ ബിമൽ പ്രകാശ് ആണ്. ഹായ് സർ, വെൽക്കം ടു വിവി ടോക്സ്. താങ്ക് യു ലക്ഷ്മി. സർ, നമ്മുടെ പ്രേക്ഷകരിൽ എമർജിനെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി എന്താണ് എമർജ് എന്നൊന്ന് വിശദീകരിക്കാവോ? ഉറപ്പായിട്ടും ഈ ബിസിനസ് എന്ന് പറയുന്നത് എന്താ, ശരിക്കും ബന്ധങ്ങളാണ് അല്ലേ. ബന്ധങ്ങളും നമുക്കുണ്ടാകുന്ന കിട്ടുന്ന അവസരങ്ങളുമാണ്. അപ്പോൾ ബന്ധങ്ങളും അവസരങ്ങളും ശരിക്കും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ടായ്മ, അതാണ് നമ്മൾ എമർജ് എന്ന് പറയുന്നത്. അതായത് പല തലത്തിലുള്ള സംരംഭകരുടെ ഒന്നിച്ചുള്ള ഒരു കൂട്ടായ്മയാണ് എമർജ് ബിസിനസ് ഫോറം. ഓക്കെ സർ. സർ, നമ്മുടെ എമർജ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രചോദനം എന്തായിരുന്നു? ഞാൻ ഒരു പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ബിസിനസ്സിലേക്ക് വന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും കാലത്തെ ഒരു സ്റ്റഡിയിൽ ഞാൻ മനസ്സിലാക്കിയത്, സംരംഭകർക്ക് ഇപ്പോഴത്തെ ഒരു ലെവലിൽ പലതരത്തിലുള്ള സപ്പോർട്ടുകളുടെ ഒരു കുറവ് നമ്മൾ കാണുന്നുണ്ട്. കാരണം പലരും പല സ്വപ്നങ്ങളായിട്ടാണ് സംരംഭത്തിലേക്ക് വന്നിട്ടുള്ളത്. പക്ഷെ ആ സപ്പോർട്ട് അവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ ആ ഒരു സപ്പോർട്ട് എങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു ബന്ധങ്ങളും ഇതൊക്കെ എങ്ങനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം എന്നൊരു തോട്ട് പ്രോസസ്സിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ എമർജ് എന്നുള്ള ഈ ഒരു ബിസിനസ് ഫോറത്തിൻ്റെ ഉത്ഭവം. ഓക്കെ സർ. സർ, ബിസിനസ്സുകളെ സഹായിക്കുന്ന ഒരു സംഘടനയാണ് എമർജ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഏത് തരം ബിസിനസ്സുകാർക്കാണ് എമർജ് വഴി നേട്ടമുണ്ടാകുന്നത്? ഓക്കെ, സ്റ്റാർട്ടപ്സ് ടു എസ്റ്റാബ്ലിഷ്ഡ് ബിസിനസ് ഓണേഴ്സ് ആരായാലും എമർജിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതായത് അവരുടെ വളർച്ച, ബിസിനസ് വളർച്ചയ്ക്കായിട്ട് ബന്ധങ്ങളും അവസരങ്ങളും അന്വേഷിക്കുന്ന ആളുകളുണ്ടല്ലോ, നമുക്ക് കാണാം ഇഷ്ടംപോലെ ആളുകളുണ്ട് പല സപ്പോർട്ടും കിട്ടാത്ത. അപ്പോൾ അവർക്ക് ശക്തമായ ബന്ധങ്ങൾ ആവശ്യമാണ്. അവർക്ക് ആർക്കും എമർജിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നിലവിൽ ഇപ്പോൾ ഏതൊക്കെ സിറ്റിയിലാണ് എമർജിന്റെ പ്രസൻസ് ഉള്ളത്? നമ്മൾ ഏകദേശം ഒരു 1.5 കൊല്ലം മുമ്പാണ് എമർജ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ കോതമംഗലത്താണ് ആദ്യമായിട്ട് നമ്മുടെ ഫോറം ലോഞ്ച് ചെയ്യുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ മൂവാറ്റുപുഴ, ദെൻ തൊടുപുഴ, ദെൻ പെരുമ്പാവൂർ, ഇപ്പം നമ്മൾ കൊച്ചിയിലെത്തി നിൽക്കുന്നു. ഓക്കെ സർ. സോ ഇനിയിപ്പോൾ ഏതൊക്കെ സിറ്റിയിലാണ് സർ ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നമ്മളിപ്പോൾ ലോഞ്ചിങ് വരുന്നത് കൊച്ചിയിൽ തന്നെ 2ാമത്തെ ഫോറം ലോഞ്ച് ചെയ്യാൻ പോവാണ്. കൂടാതെ കോട്ടയം വരുന്നുണ്ട്, ദെൻ അങ്കമാലി, പിന്നെയും എല്ലാ സിറ്റിയിലും വരണം തന്നെയാണ് നമ്മുടെ ആഗ്രഹം. എമർജിൽ ഇത്രയും മെമ്പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ബിസിനസ്സുകാർക്ക്, ഇതിൽ ജോയിൻ ചെയ്ത ബിസിനസ്സുകാർക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്? ഫസ്റ്റ് ഹൈലൈറ്റഡ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് അവർക്ക് നമ്മൾ നൽകുന്ന ലൈഫ് മെമ്പർഷിപ്പ് തന്നെയാണ്. ലൈഫ് മെമ്പർഷിപ്പ്. കാരണം നമ്മുടെ കൂടെ വന്ന ഒരു ബിസിനസ്സുകാരും നമ്മളെ വിട്ടു പോകുന്നില്ല. കാരണം നമ്മൾ കൊടുക്കുന്ന എല്ലാ ടൂളും ഓപ്പർച്യൂണിറ്റിയും അവർക്ക് ലൈഫ് ലോങ് അവർക്ക് യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ അവർക്കൊരു എക്സ്ക്ലൂസിവിറ്റിയാണ്. അവരുടെ ആ ബിസിനസ് കാറ്റഗറിയിൽ, അവരുടെ സിറ്റിയിൽ അവരെ കോമ്പറ്റ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. അവർ മാത്രമായിരിക്കും ആ കാറ്റഗറിയിൽ ഉണ്ടാകുക. അത് മാത്രമല്ല, ഏകദേശം ഇപ്പോൾ 1.5 കൊല്ലം കൊണ്ട് നമ്മൾ 15 കോടിയിൽ പരം ബിസിനസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ബിസിനസ് റെഫറൽസ് നോക്കുന്ന, പുതിയ സിറ്റികളിൽ അവരവരുടെ സിറ്റികളിൽ നല്ല കണക്ഷൻസ് നോക്കുന്ന എല്ലാ സംരംഭകർക്കും ഒരു പറ്റിയൊരു കമ്മ്യൂണിറ്റിയാണ് എമർജ്. എമർജിൽ ജോയിൻ ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് സർ? ഇപ്പോൾ സാധാരണ നമ്മളിപ്പോൾ 5 സിറ്റിയിലുണ്ടെന്ന് പറഞ്ഞു. 5 സിറ്റിയിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാത് സിറ്റികളിൽ നമുക്ക് മാസത്തിൽ 2 വിസിറ്റേഴ്സ് ഡേ നടക്കുന്നുണ്ട്. അപ്പോൾ ആ വിസിറ്റേഴ്സ് ഡേയിൽ അവർ പങ്കെടുക്കുക, മീറ്റിങ്ങിൽ വരിക, അവർ നമ്മുടെ മീറ്റിംഗ് പ്രൊസീജിയേഴ്സ് കാണുക, മറ്റുള്ള മെമ്പേഴ്സിനൊക്കെ ആയിട്ട് മിങ്കിൾ ചെയ്ത് വരുമ്പോൾ അവർക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടും അവർക്ക് പറ്റിയൊരു ബിസിനസ് ഫോറം ആണോ എമർജ് എന്നുള്ളത്. എന്നിട്ട് അവർക്കൊരു ആപ്ലിക്കേഷൻ കൊടുക്കാം. അപ്പോൾ നമുക്ക് മെമ്പർഷിപ്പ് കമ്മിറ്റി ഉണ്ട്, അവർ അപ്രൂവൽ വരും, അതിനുശേഷം അവർക്ക് ജോയിൻ ചെയ്യും. സർ, മാസത്തിൽ 2 മീറ്റിംഗ്സ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മീറ്റിംഗ്സിൻ്റെ ഒക്കെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? ഈ മീറ്റിംഗ് എന്നുള്ള ടേം തന്നെ നമ്മളൊരു ഫോർമലി യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ശരിക്കും ആ 2 ദിവസം ശരിക്കും ബിസിനസ്സുകാർക്ക് അവരുടെ അവസരങ്ങൾ ഉപയോഗിക്കാനുള്ള ഒരു ടൂളായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. കാരണം അവരുടെ ബിസിനസ്സിനെ പ്രസൻറ്റ് ചെയ്യാനുള്ളൊരു സിറ്റുവേഷനാണത്. കാരണം അവർക്ക് എല്ലാവർക്കും നമ്മളൊരു 1 മിനിറ്റ് പ്രസൻറ്റേഷൻസ് ഉണ്ട്. എല്ലാ ദിവസവും വന്നു കഴിയുമ്പോൾ ഈ 2 ദിവസങ്ങളിൽ 1 മിനിറ്റ് പ്രസൻറ്റേഷൻ ഉണ്ട്. ആ 1 മിനിറ്റിൽ അവർ ശരിക്കും നമ്മുടെ ഫെലോ മെമ്പേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യുകയാണ്. എന്താണ് അവരുടെ ബിസിനസ് മറ്റുള്ളവർക്ക് റെഫർ ചെയ്യാൻ പറ്റണം. അതായത് അവിടെ ഇരിക്കുന്ന ഇപ്പോൾ ഒരു 30 പേരുണ്ടെങ്കിൽ ആ 30 പേർക്കും ആ ഫെലോ മെമ്പറിൻ്റെ ബിസിനസ് എന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കാനും അത് റെഫർ ചെയ്യാനുള്ളൊരു സാഹചര്യമാണ് നമ്മൾ അവിടെ ഉണ്ടാക്കുന്നത്. അതിലൂടെ കൂടുതലായിട്ട് അവർക്ക് അവരുടെ പ്രൊഡക്റ്റ് ആണെങ്കിലും സർവീസസ് ആണെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കും.
ഞാൻ പറഞ്ഞല്ലോ ബന്ധങ്ങളാന്ന് പറഞ്ഞല്ലോ. ഈ ബന്ധങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്താണ് ഇയാൾ ചെയ്യുന്നതെന്നും അല്ലെങ്കിൽ എന്താണ് അവരുടെ ബിസിനസ് എന്നും നമ്മുടെ ഫെലോ മെമ്പർ മനസ്സിലാക്കിയിരിക്കണം. സർ, ഇപ്പോൾ നിരവധിയായിട്ടുള്ള ബിസിനസ് നെറ്റ്വർക്കിംഗ് സംഘടനകൾ ഇവിടെ ഉണ്ടല്ലോ. സോ അതിൽ നിന്ന് എങ്ങനെയാണ് എമർജ് വ്യത്യസ്തമായി നിൽക്കുന്നത്? ലക്ഷ്മി പറഞ്ഞാൽ ശരിയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതേപോലെ വർക്ക് ചെയ്യുന്ന പല പല നെറ്റ്വർക്കിംഗ് ഓർഗനൈസേഷനും നിലവിലുണ്ട്. പക്ഷേ എമർജ് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന എമർജിനായിട്ടുള്ളൊരു സിസ്റ്റം ഉണ്ട്, ഒരു വർക്കിംഗ് പാറ്റേൺ ഉണ്ട്. എമർജ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യ നമ്മുടെ ആശയത്തിൽ ഊന്നിയാണ്. അതായത് നമ്മുടെ നാട്ടിലുള്ള സംരംഭകരെ അവരെ സപ്പോർട്ട് ചെയ്യുക, അവരെ ഡെവലപ്പ് ചെയ്യുക. എന്നാൽ മാത്രമാണ് നമുക്ക് രാജ്യത്തിന് നമുക്ക് എന്തെങ്കിലും ചെയ്തു എന്നുള്ളൊരു തോന്നലുണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മുടെ രാജ്യം അഭിവൃദ്ധിപ്പെടും. ഇപ്പോൾ നമ്മൾ ഓരോ സബർബൻ റീജിയനിൽ, ഇപ്പോൾ കോതമംഗലം, മൂവാറ്റുപുഴയുള്ള സബർബൻ റീജിയനിൽ നമ്മൾ എമർജ് തുടങ്ങാൻ തന്നെ കാരണം ആ സിറ്റികൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ അവ വന്നുകൊണ്ട് ആ സിറ്റിയുടെ മുഖച്ഛായ നമുക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. കാരണം പുറത്തോട്ട് കൊണ്ടിരുന്ന ബിസിനസ് എല്ലാം ആ സിറ്റിക്കുള്ളിൽ തന്നെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു. ഇൻ്റർനാഷണൽ ഇമേജോ അല്ലെങ്കിൽ വലിയൊരു പബ്ലിസിറ്റിയോ ഒന്നും ഇല്ലാതാണ് എമർജ് വന്നത്. വളരെ ചെറിയ രീതിയിൽ തുടങ്ങി നമ്മളിപ്പോൾ 1.5 കൊല്ലം കൊണ്ട് 5 സിറ്റിയിലായിട്ട് 150-ലധികം ബിസിനസ്സുകാരുള്ള ഒരു കൂട്ടായ്മയായിട്ട് എമർജ് വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം ഞാൻ പറഞ്ഞല്ലോ 15 കോടിയിൽ പരം ബിസിനസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു. അത് തന്നെയാണ് എമർജിൻ്റെ വലിയൊരു നേട്ടമായിട്ട് നമ്മൾ കാണുന്നത്. സർ, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന ഈ ഒരു കാലത്ത് എമർജ് എന്തൊക്കെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്? ഡെഫിനറ്റ്ലി. കാരണം ഈ ഒരു ടെക്നോളജിപരമായിട്ട് എല്ലാ രീതിയിലുള്ള അപ്ഡേഷനിലൂടെയാണ് എമർജ് വന്നിട്ടുള്ളത്. കാരണം നമുക്ക് നല്ലൊരു വെബ്സൈറ്റ് ഉണ്ട്. അത് കൂടാതെ എമർജ് പൾസ് എന്നുള്ള ഒരു മൊബൈൽ ആപ്പും നമുക്ക് ആൻഡ്രോയിഡിലും iOS-ലും അവൈലബിൾ ആണ്. നമ്മളെ ബഹുമാനപ്പെട്ട ശ്രീ കൊച്ചേസ് ചിറ്റൽപിള്ളി സാറാണ് നമ്മളെ ആപ്പ് തന്നെ ലോഞ്ച് ചെയ്തത്. അതിലുള്ള ഈച്ച് ആൻഡ് എവരി മെമ്പേഴ്സിന് ഏത് സിറ്റിയിലും ഉള്ള എല്ലാ മെമ്പേഴ്സിനായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു ടൂളാണത്. അവർക്ക് റെഫറൻസ് പാസ് ചെയ്യാം. 1 ടച്ചിൽ തന്നെ നമ്മുടെ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാനുള്ള ഒരു നല്ലൊരു ടൂളായിട്ട് തന്നെ എമർജ് പൾസ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സർ, എമർജിൻ്റെ ഫ്യൂച്ചർ വിഷൻ എന്താണ്? ഒരു ഇൻ്റർനാഷണൽ ലെവലിലായിട്ട് നമ്മളെ എമർജിനെ വളർത്തുക എന്നുള്ളതാണ് നമ്മളൊരു ഫ്യൂച്ചർ വിഷൻ. അതായത് എമർജിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ മെമ്പേഴ്സിനും ഇൻ്റർനാഷണലി അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുക, അവസരങ്ങൾ അവരെ ശക്തിപ്പെടുത്തുക, അവരുടെ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക, ബന്ധങ്ങൾ വളർത്തുക. അതിനു വേണ്ടിയാണ് എമർജ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ വരുന്ന 5 കൊല്ലത്തിനുള്ളിൽ ഏകദേശം ഇന്ത്യയിലെ തന്നെ എല്ലാ സ്റ്റേറ്റിലും എല്ലാ സിറ്റിയിലും എമർജിൻ്റെ പ്രസൻസ് വരുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 1000+ മെമ്പേഴ്സാണ് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. സർ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ബിസിനസ്സുകാർക്കൊക്കെ ചെറിയ ഡൗട്ട് ഉണ്ടായിരിക്കും, എമർജിൽ ജോയിൻ ചെയ്തതുകൊണ്ട് എന്തായാലും ബിസിനസ് കിട്ടുമോ എന്നുള്ളത്. എമർജ് ഇവിടെ ആർക്കും ഒരു ഗ്യാരണ്ടീഡ് ബിസിനസ് ഒന്നും പറയുന്നില്ല. പക്ഷേ നമ്മൾ ഓഫർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതായത് ബിസിനസ്സുകാരുടെ ഒരു ശക്തമായൊരു കൂട്ടായ്മയാണ് എമർജ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതൊരു വേദിയാണ്. ഇവിടെ പലതരത്തിലുള്ള ബിസിനസ്സുകാർ വരുന്നുണ്ട്. അവരുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാനും അവരുടെ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനുള്ള ഒരു വേദിയാണ് നമ്മൾ ഒരുക്കുന്നത്. അത് ഞങ്ങൾ പറയുന്ന പോലെ അവർ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് ബിസിനസ് കിട്ടും. അതിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ ഒരു തെളിവാണ് നമ്മൾ ഈ 1.5 കൊല്ലം കൊണ്ട് 15 കോടിയിൽ പരം ബിസിനസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചത്. എമർജിൻ്റെ ഫൗണ്ടർ എന്ന നിലയിൽ ബിസിനസ്സുകാരോട് സാറിന് എന്താ പറയാനുള്ളത്? കണക്ട്, കൊളാബറേറ്റ് ആൻഡ് സപ്പോർട്ട് ടുഗദർ. പരസ്പരം നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ബന്ധങ്ങളുണ്ടാവും. നമ്മുടെ ബിസിനസ് അഭിവൃദ്ധിപ്പെടുത്താനും പറ്റും. അതിൻ്റെ വലിയൊരു ഉദാഹരണം തന്നെയാണ് എമർജ്. എനിക്കും പറയാനുള്ളത്, നിങ്ങൾ ഇതൊരു ക്ലബ്ബായിട്ടോ ഒരു സാധാരണ ഒരു സോഷ്യൽ സംഘടനയായിട്ടോ കാണരുത്. ഇതൊരു ബിസിനസ് കമ്മ്യൂണിറ്റിയാണ്. ഇവിടെ വരുന്നവർ ഞങ്ങൾ തരുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസും യൂട്ടിലൈസ് ചെയ്യുക, അവരുടെ ബിസിനസ്സിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗപ്പെടുത്തുക. സോ നമ്മുടെ കൂടെ ഇത്ര ടൈം സ്പെൻഡ് ചെയ്ത വിമൽ സാറിന് VV ടോക്സിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു ലക്ഷ്മി ആൻഡ് താങ്ക് യു VV ടോക്സ്.